എല്ലാ മാന്യ പ്രേക്ഷകർക്കും V1 ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് വളരെ പ്രധാനപ്പെട്ട എപ്പിസോഡ് തന്നെയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താം. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ താലൂക്കിലെ പറയകാട് ഗ്രാമത്തിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാർ ഡീകമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പരിപാടിയിൽ ഓഗസ്റ്റ് 15 എറണാകുളം ജില്ലയിലെ എല്ലാ പാലങ്ങളിലും വളരെ ശക്തമായിട്ട് തന്നെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് രാമനാഥൻജിയുടെ വീടിന്റെ അടുത്താണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. വിഷയത്തിലേക്ക് പോവാം. താങ്കൾ ഒരുപാട് പ്രതിഷേധ പരിപാടിയിലൊക്കെ പങ്കെടുത്തില്ലേ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട്? അതെ, കുറച്ച് പങ്കെടുത്തു. മുല്ലപ്പെരിയാർ ഡാം പൊളിക്കണമെന്നാണോ അതോ പൊളിക്കണം അങ്ങനെ തന്നെയാണോ? അതെ, പൊളിക്കും. എന്താണ് അങ്ങനെ പറയണത്? കാരണം 15 ആഗസ്റ്റ് 2018 ഈ സ്ഥലം മുഴുക്കെ കഴുത്തറ്റം വെള്ളത്തിലെത്തിയിരുന്നു. പാമ്പുകൾ നീന്തി നടക്കുന്നുണ്ടായിരുന്നു. അവർ 14 ആഗസ്റ്റ് അർദ്ധരാത്രി തന്നെ പറയണമായിരുന്നു 24 മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം തുറന്നുവിടാൻ പോണത് കേരള ഭാഗത്തേക്കാണെന്ന്. എങ്കിൽ ഞങ്ങളുടെ MLAക്ക് ഇവിടെയുള്ള എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യാൻ സമയം കിട്ടുമായിരുന്നു. പകരം 15 ആഗസ്റ്റ് 2018 രാവിലെ 2:30 മണിക്കാണ് വെള്ളം തുറന്നു വിട്ടതും അത് കേരള ഭാഗത്ത് തുറന്നു വിട്ടത്. അതോടുകൂടി ഈ ഭാഗത്തുള്ള ജനങ്ങൾ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കാരണം കൊണ്ട് മാത്രം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കേണ്ട ഒരു കാരണമായി കഴിഞ്ഞു. കാരണം മറ്റുള്ളവരെ കൊല്ലുന്ന രീതിയിൽ അവർ തമിഴ്നാട്ടുകാര് അണക്കെട്ടിൽ വെള്ളം സൂക്ഷിക്കാൻ പാടില്ല. അത് ലേറ്റസ്റ്റ് ആയ സംഭവമാണെങ്കിലും മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ തന്നെ വെള്ളം സൂക്ഷിക്കാൻ അനുവാദമില്ല. മുല്ലപ്പെരിയാർ ഡാം എന്നൊരു സംഗതി നിയമത്തിന്റെ മുമ്പിൽ നിലവിലില്ല. അത് കിട്ടിയിട്ടില്ല. അത് കിട്ടാനുള്ള എഗ്രിമെന്റ് ഇല്ല. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത്, പെരിയാറിന്റെ സ്ഥലത്ത് കുറച്ചൊരു മതിൽ പോലെ കെട്ടിയിട്ട് വരുന്ന വെള്ളം ഉടൻ ഒഴുക്കിക്കൊണ്ടു പോകാനും അങ്ങനെ ഒഴുക്കിക്കൊണ്ടു പോയില്ലെങ്കിൽ ആ കരാർ തന്നെ ഇല്ലാണ്ടാക്കാനുമാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ പറയുന്നത്. ഞാനൊരു കോപ്പി നിങ്ങൾക്ക് വാട്സാപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ 4 കണ്ടീഷൻ വായിച്ചു നോക്കുള്ളൂ. വാട്ടർ വിൽ ബി കമ്മിങ് ടു ദ ഡാം ടു ബി ഫ്ലോൺ അവേ ഇമ്മീഡിയറ്റ്ലി എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം അണക്കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ജോലിയായിട്ട് ശരിയായ സ്ഥലത്ത് ഒരു തുരങ്കം സ്ഥാപിക്കണമായിരുന്നു. 130 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. ഒരു ചോദ്യം, ഇവിടെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം കണ്ടിരുന്നവർ സാധാരണക്കാരായ കുറച്ച് ജനങ്ങളുണ്ട്. ഡീകമ്മീഷൻ എന്ന് പറയുന്നുണ്ട്. അത് വ്യക്തമായിട്ട് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണം. ഡീകമ്മീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുന്ന വെള്ളം ഉടൻ ഒഴുക്കിക്കൊണ്ടുപോകണം എന്നാണ്. കാരണം ഡിമോളിഷൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ പോയാൽ ഏറ്റവും മുകളിൽ 152 അടി ഉയരമാണ് ആ അണക്കെട്ടിന്റെ മതിലിനുള്ളത്. ഏറ്റവും മോട്ടിവേറ്റ് തൊട്ടടക്കണമെന്നാണ് അർത്ഥം വരിക ഡിമോളിഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന പതിവ്. എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ രാമൻ അയ്യർ, ഫോൺ നമ്പർ 92498884 കാണാൻ പറ്റും. ഞാൻ ഹാഷ്ടാഗ് കൊടുക്കുന്നത് ഡിമോളിഷ് മുല്ലപ്പെരിയാർ ഡാം എന്നാണ്. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഹാഷ്ടാഗ് ഏറ്റവും മുകളിൽ ഇഷ്ടപ്പെട്ട് ഇളക്കണം എന്നാണ്. കാരണം അവിടെ ഡാമിന്റെ ആവശ്യമില്ല എന്നാണ്. പക്ഷേ മുല്ലപ്പെരിയാർ വിരുദ്ധ സമിതികൾ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന ഹാഷ്ടാഗ് ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ എന്നാണ്. ഈ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാറാണ് ആദ്യമേ തന്നെ അഗ്രിമെന്റിലുള്ളത്. ഡീകമ്മീഷൻ ഡാം എന്ന് പറഞ്ഞാൽ പൊളിച്ചുകളിലല്ല. അല്ല മുല്ലപ്പെരിയാർ ഡാം കെട്ടിയേക്കുന്നതിന്റെ ഡീകമ്മീഷൻ ഫോർമാറ്റിലാണ്, അല്ലാണ്ട് സ്റ്റോറേജ് ഫോർമാറ്റിലല്ല. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പ് അയച്ചു തന്നിട്ടുണ്ട്. ആ പാട്ടക്കരാർ ഞാൻ കേരള ഗവൺമെന്റിന് RTA കൂടി അയച്ചു കൊടുത്തിട്ട് അത് തന്നെയാണ് കരാർ ഉറപ്പാക്കിയിട്ടുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് വരുന്ന വെള്ളം ഉടൻ ഒഴുക്കിക്കൊണ്ടു പോകണം. ഒഴുക്കിക്കൊണ്ട് പോയില്ല എങ്കിൽ ഈ കരാർ റദ്ദാവും എന്ന് പേജ് 1 അവസാനത്തെ പേജോട്ട് വായിച്ച് കണ്ടുപിടിച്ചുകൊള്ളൂ. റിപ്പീറ്റ് ചെയ്യാം. 4 കണ്ടീഷനുകളുണ്ട്. അതിലൊരു കണ്ടീഷൻ വരുന്ന വെള്ളമെല്ലാം ഉടൻ ഒഴുക്കിക്കൊണ്ടു പോകണം എന്നാണ് പറയുന്നത്. അടുത്തത് ഈ കണ്ടീഷൻ അനുസരിച്ചില്ലെങ്കിൽ കരാർ ഉടൻ റദ്ദാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കരാർ റദ്ദായാൽ റിവൈവ് ചെയ്യാനുള്ള ക്ലോസും വെച്ചിട്ടില്ല. അപ്പൊ അതോടുകൂടി മുല്ലപ്പെരിയാർ ഡാം കിട്ടിയേക്കുന്നത് ഡീകമ്മീഷൻ ഫോർമാറ്റിലാണ്, അല്ലാണ്ട് സ്റ്റോറേജ് ഫോർമാറ്റിലല്ല. കാരണം സ്റ്റോറേജ് ഫോർമാറ്റിലാണെങ്കിൽ എത്ര അടി ഉയരത്തിൽ മതിൽ കെട്ടാമെന്നും അതിൽ എത്ര വെള്ളം സൂക്ഷിക്കാമെന്നും അടിത്തറ എത്ര വേണമെന്നും മുകളിൽ എത്ര വേണമെന്നും പിരമിഡാണോ അതോ ക്യൂബാണോ എന്നൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു വെള്ളം സൂക്ഷിക്കാനാണെങ്കിൽ. ഇവിടെ വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി കിട്ടിയ ഡാമല്ല എന്ന കാരണം കൊണ്ടാണ് അതെങ്ങനെ കെട്ടണം എന്ന് നിർവചിക്കാണ്ടിരുന്നത്, എത്ര ഉയരത്തിൽ കെട്ടണം നിർവചിക്കാണ്ടിരുന്നത്, അതിന് എത്ര വെള്ളം സ്റ്റോർ ചെയ്യാൻ നിർവചിക്കാണ്ടിരുന്നത്. സാറേ, ഇനി മുല്ലപ്പെരിയാറിനെ കുറിച്ച് വ്യക്തമായിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? മുല്ലപ്പെരിയാർ ഡാം ഒരു പുതിയത് കെട്ടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതിന്റെ ഉയരം കുറച്ചിട്ട് താഴെ ഉള്ള ഒരു ടണൽ കിട്ടിയിട്ട് ആ ടണലിൽ കൂടി പോകുന്നത് പോലെ ഒരു പെർമനന്റ് സിസ്റ്റം ഉണ്ടാക്കണം.
കാരണം 152 അടി ഉയരത്തിൽ മുല്ലപ്പെരിയാർ വെക്കുമ്പോഴാണ് എല്ലാവർക്കും പേടി വരുന്നത്. എങ്ങനെ പൊളിഞ്ഞു പോയാൽ അപകടം വരുമോ, താഴെ ഒഴുകി വന്ന് ഇടുക്കി ഡാമിൽ പൊളിക്കുവോ, കുച്ചിറ ഡാമിൽ പൊളിക്കുമോ എന്നൊക്കെ. ഒഴുകി വരുന്ന വെള്ളം ഉടൻ കൊണ്ടുപോകാനാണെങ്കിൽ വളരെ കുറച്ച് ഉയരം മതി, മറിഞ്ഞു വീണാൽ അവിടെ തന്നെ വീണ രീതിയിലുള്ള ഉയരം മതി. ആ ഉയരത്തിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് അതാണ് ഞാൻ ഡിമോളിഷ് മുല്ലപ്പെരിയാർ ഡാം എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ, എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തമിഴ്നാട് ചീഫ് മിനിസ്റ്ററിൻ്റെ ആളായ ഒരു വിനോദ് ഉണ്ട്. അടുത്തത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വിനോദിനാവട്ടെ മുല്ലപ്പെരിയാറിൻ്റെ തമിഴ്നാട്ടിലെ ആൾക്കാരുടെ എന്നെ ട്രോൾ ചെയ്യാനുള്ള ധൈര്യം വരാറില്ല. അതിങ്ങനെ ഫേസ്ബുക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കാനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെയും ആവശ്യമാണ് മുല്ലപ്പെരിയാർ കൊണ്ട് കേരളം മരിക്കരുത് എന്ന്, തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും ആവശ്യമാണ് മുല്ലപ്പെരിയാർ കൊണ്ട് ആരും മരിക്കരുത് എന്ന്. പക്ഷെ ഡാമിലെ വെള്ളം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ചില ഒരു മാഫിയ ഗൂഢസംഘങ്ങൾ തമിഴ്നാട്ടിലുള്ളവർ മാത്രമാണ് ഇപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ, ആദ്യമായി ഉണ്ടാക്കിയ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ആ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഡാമിൻ്റെ ഉയരം എഴുതിയിട്ടില്ല, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, വരുന്ന വെള്ളം ഉടൻ കൊണ്ടുപോകണം. അപ്പോൾ വരുന്ന വെള്ളം ഉടൻ കൊണ്ടുപോകാൻ തക്ക രീതിയിൽ 2-3 ടണൽ കെട്ടിയിട്ട് ഒരു സമയത്ത് എത്ര വെള്ളം വരാറുണ്ടെന്ന് കണ്ടുപിടിച്ച് അത്രയും ഉയരത്തിൽ ഡാം നിലനിർത്തി കഴിഞ്ഞാൽ അതിനുശേഷം കുറച്ച് മുകളിലേക്ക് കയറ്റിയാൽ മുകളിലേക്ക് കളകാണ്ടിരിക്കും. വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും സംഭരിക്കേണ്ട ഗതികേട് വരില്ല. ഒറിജിനൽ പാട്ടക്കരാറ് കറക്റ്റാണ്, അപ്പോൾ കെട്ടിയ ഡാമും കറക്റ്റാണ്. ഇപ്പോൾ കുഴപ്പം വന്നിരിക്കുന്നത് വെറുതെ കുറേ ഉയരം ഉണ്ടാക്കി ആ കുറേ ഉയരത്തിൽ വെള്ളം നിറയ്ക്കാൻ പുറപ്പെട്ടു. പിന്നെ ഏറ്റവും മുകളിൽ വെള്ളം നിറയ്ക്കാമെന്ന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാർ ഡാം മാഫിയ ഭയന്നുകൊണ്ട് വർത്താനം പറയാൻ തുടങ്ങി. അതൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത് ഉണ്ട്. ഡാം മാഫിയ ഉണ്ട്. എവിടെ? തമിഴ്നാടാണോ? തമിഴ്നാട് രൂക്ഷമായിട്ട് ഡാം മാഫിയ ഉണ്ടോ? രൂക്ഷമായി ഡാം മാഫിയ ഉണ്ട്. അതുകൊണ്ടാണ് ഡാം മാഫിയ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. കർഷകർക്ക് വേണ്ടത് വെള്ളമാണ്. ആ വെള്ളം കൊടുക്കാണ്ട് സൂക്ഷിച്ചിട്ട് കർഷകരിന് സംഭാവന കിട്ടിയ പിന്നെ മാത്രം വെള്ളം റിലീസ് ചെയ്യുമ്പോഴാണ് ഈ വെള്ളം വിറ്റ് കാശാക്കുന്ന ഡാം മാഫിയ രംഗത്ത് വരുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഞാൻ ഒരിക്കൽ ഡാം മാഫിയ എന്ന് എഴുതിയപ്പോൾ സേവ് കേരള ബ്രിഗേഡിലെ ഒരാൾ ചോദിച്ചിരുന്നു എന്താണ് ഡാം മാഫിയ എന്ന്. എനിക്കവിടെ മറുപടി പറയാൻ സമയം കിട്ടിയില്ല ആ പോസ്റ്റിൽ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. കാരണം തമിഴ്നാട്ടിലുള്ള ഡാം മാഫിയ വളരെ വ്യക്തമായി വരുന്നൊരു സീനുണ്ട് സൂര്യവംശങ്ങളുടെ സിനിമയിൽ. അതിൽ മരുമകൾ IAS ഉദ്യോഗസ്ഥ, കളക്ടർ, അമ്മായിയച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ അമ്മായിയച്ഛൻ മരുമകളോട് പറയാണ്, മോളെ നമ്മുടെ ഗ്രാമത്തിൽ കൃഷിക്കാർക്ക് വേണ്ടി വെള്ളം റിലീസ് ചെയ്യണമെന്ന്. അങ്ങനെ വെള്ളം റിലീസ് ചെയ്യാനുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ റൂക്കർ എന്ന് പറഞ്ഞ് വെള്ളം ഒഴുക്കിക്കളയണത്? അങ്ങനെ ഒഴുക്കിക്കളയുമ്പോൾ കേരളത്തിലേക്ക് വെള്ളപ്പൊക്കം വരുന്നത്. അതുപോലെ തന്നെ വേറൊരു സിനിമയുണ്ട് സത്യരാജ്, നായികയുടെ അച്ഛനായിട്ട് കൃഷിക്കാരനാണ്. സത്യരാജ് ടെൻഷനിരിക്കുന്നു. അപ്പോൾ റേഡിയോയിൽ അനൗൺസ്മെന്റ് വരുന്നു, കാവേരി നദിയിലെ വെള്ളം റിലീസ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു ഗവൺമെന്റ്. അപ്പോൾ വേറൊരു സൗണ്ട് വരുന്നു, എടാ നിനക്ക് വെള്ളം കിട്ടിയല്ലോ, ഇനി എഴുന്നേറ്റ് പണിയായി സന്തോഷിക്കുന്നു പറഞ്ഞിട്ട്. അതിന്റെ ആവശ്യം എന്താണ്? മുല്ലപ്പെരിയാർ ഡാം ഒരു പുതിയത് കെട്ടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതിന്റെ ഉയരം കുറയ്ക്കണം. കുറച്ചിട്ട് താഴെ ഉള്ള ഒരു ടണൽ കിട്ടിയിട്ട് ആ ടണലിൽ കൂടി പോകുന്നത് പോലെ ഒരു പെർമനന്റ് സിസ്റ്റം ഉണ്ടാക്കണം. പ്രിയമുള്ളവരെ, അനന്തമായ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തൻ്റെ ഒറ്റയാൾ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അഡ്വക്കേറ്റ് രാമനാഥൻ ജി. തൻ്റെ കൊട്ടാരം കാണിക്കുവാനായി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്നു പോകാം. പ്രിയമുള്ളവരെ, നമ്മൾ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞിരുന്നു അഡ്വക്കേറ്റ് രാമനാഥന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് രാമനാഥൻ ജിയുടെ വീടാണ് ട്ടാ, കൊട്ടാരമാണിത്. അണ്ടാ, വലിയൊരു കൊട്ടാരത്തിന്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നേരത്തെ അവിടെ വെച്ച് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. ആ വലിയ കൊട്ടാരം കളിയാക്കുന്നതല്ല, ഇതാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരം. ജനാധിപത്യത്തിലൊക്കെയാണ് കൊട്ടാരം. നമ്മള് ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു. ഒരുപാട് കാര്യങ്ങള് ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു, പരിചയപ്പെടുത്തി തന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തെ പറ്റിയും ഇദ്ദേഹത്തെ വാക്കുകളെ പറ്റിയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗുരുതിപ്പാട് അമ്പലത്തിന്റെ പരിസരത്താണ് ഇദ്ദേഹത്തിന്റെ വീട്. അപ്പൊ ഇത്രയും നേരം ഈ പരിപാടി കണ്ടല്ലോ, വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇദ്ദേഹം തന്നിരുന്നു. നമുക്ക് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഭവനം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്യാമറമാൻ അബു ലൈസിനോടൊപ്പം വിനോദ് ചാക്യാർ, ആലുവ. വി
എൻ്റെ